ഈ ഒരു കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ഇപ്പോൾ മാസ്റ്റർ കീ അക്കാഡമി നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ അതിലത്തെ ക്ലാസ്സസും അത്രയും ബെനിഫിറ്റ് തരുന്നതാണ്. അത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. മാസ്റ്റർ കീക്ക് ഒരു വലിയ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് ബയോളജി 3ാം റാങ്കിന്റെ വിദ്യയാണ്. അപ്പം ഒരു വലിയ വിജയമാണ് വിദ്യ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിസൾട്ട് എല്ലാം വന്നു. എന്റെ 10 പേരിൽ 5 പേര് മാസ്റ്റർ കീയിൽ പഠിച്ചവർ തന്നെയാണ്. അപ്പൊ എനിക്ക് ഇന്നത്തെ ദിവസം തന്നെ 2ാമത്തെ ആളാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. 4ാമത്തെ ആൾ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോ 3ാമത്തെ ആള് 3ാം റാങ്ക് കിട്ടിയ വ്യക്തിയാണ്. അപ്പൊ വിദ്യ ഇപ്പം ചെന്നൈയിലാണുള്ളത്. നമുക്ക് വിദ്യയുടെ വിശേഷങ്ങളൊക്കെ തിരക്കാം. ആദ്യമേ പറയട്ടെ, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഇന്റർവ്യൂസ് ചെയ്യുന്നത്? അതിന് കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആയിരക്കണക്കിന് കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. അവരിൽ പലർക്കും അറിയത്തില്ല, പലർക്കും ടെൻഷനാണ്. ഇത് പഠിച്ചാൽ ജോലി കിട്ടുമോ ഞങ്ങൾക്ക്? അതിൽ പഠിച്ച റാങ്ക് കിട്ടുമോ ഇത്? അപ്പൊ അതൊക്കെ മനസ്സിലാക്കേണ്ട എങ്ങനെയാ? ഇത് പഠിച്ച് കൃത്യമായിട്ട് പഠിച്ച് റാങ്കിൽ സ്ഥിരം നേടിയ ആൾക്കാർ പറയുമ്പോഴാണ്. ഇപ്പൊ വിദ്യ ഓൾറെഡി JRF ക്വാളിഫൈഡ് ആണ്. 75 റാങ്ക് കിട്ടിയ വ്യക്തിയാണ്. അക്കാഡമിക്സിൽ നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്താണ്, നല്ല റാങ്ക് കീപ്പ് ചെയ്താണ് JRF-ലൂടെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടിയാണ്. എനിക്ക് സുവോളജി ആയാലും ബോട്ടണി ആയാലും നല്ല ബാക്ക്ഗ്രൗണ്ട് അത്രയും ഉണ്ട്. അപ്പൊ ആ കുട്ടി ഒരു ഗവൺമെന്റ് ജോലി നേടണം. ആ ലക്ഷ്യത്തോടുകൂടി സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് പഠിച്ചു. ഇപ്പോൾ ഇതാ റിസൾട്ട് ഒന്ന് 3ാം റാങ്ക് കിട്ടി. അപ്പം 2 മേഖലയിലും വലിയ ഉയർന്ന റാങ്ക്. ഓൾ ഇന്ത്യ തലത്തിൽ 75ാം റാങ്ക് JRF നേടി. ഇതിപ്പോൾ ഇതാ സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് 3ാം റാങ്ക് നേടി. അപ്പൊ ഈ 2 വലിയ വിജയം നേടിയ കുട്ടിയാണ് നമുക്ക് മുന്നിലുള്ളത് കേട്ടോ. നമുക്ക് പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ചോദിക്കുകയാണ്, വിദ്യ ഇപ്പൊ കറൽ എന്ത് ചെയ്യാണ്? നമസ്കാരം. ഞാനിപ്പോ കറന്റ്ലി ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ ചെന്നൈയിൽ തന്നെ ഒരു പ്രൈവറ്റ് കോളേജിൽ. അവിടെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഇപ്പൊ ഒരു 3 months ആയി ജോയിൻ ചെയ്തിട്ട്. ഓക്കെ ഓക്കെ 3 months. ഓക്കെ. നമ്മുടെ PG കഴിഞ്ഞ നെറ്റും ചെയ്യാറുണ്ടോ? അതോ ബ്രേക്ക് ഉണ്ടായിരുന്നോ? PhD-ക്ക് മുന്നേ തന്നെ നെറ്റും JRF-ഉം കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയിട്ടുണ്ടോ? 2017 ഞാൻ PhD-ക്ക് ജോയിൻ ചെയ്യുന്നത്. PhD ടോപ്പിക് ഏതാണ്? ടോപ്പിക് ഏതാ PhD? PhD ക്യാൻസർ ബയോളജിയിലായിരുന്നു ചെയ്തത്. ഓക്കെ ഇവിടെ ഓക്കെ ചെന്നൈയിൽ തന്നെയാണ് ചെയ്തത്. ചെയ്തല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു PhD ചെയ്യുമ്പോഴൊക്കെ ഒരു ഗവൺമെന്റ് ജോലി തന്നെയായിരുന്നു ലക്ഷ്യം, അല്ലേ? അതെ, എനിക്ക് ഫൈനലി ഒരു ഗവൺമെന്റ്, ഞാൻ ടീച്ചിങ് ആയിരുന്നു ആദ്യം എന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ടീച്ചിങ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു എയിം. പക്ഷെ ഞാൻ PhD കഴിഞ്ഞിറങ്ങിയിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസി ഒക്കെ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അതില് അത്രത്തോളം എനിക്ക് കോള് വന്നതൊക്കെ കുറവായിരുന്നു. പിന്നെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ട്രൈ ചെയ്തിരുന്നു. അപ്പോ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് അവര് കുറച്ചും കൂടി പോസ്റ്റ് ഡോക്ടറൽ എക്സ്പീരിയൻസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫൈനൽ ഇയറിലാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അപ്ലൈ ചെയ്തത്, സയന്റിഫിക് ഓഫീസർ പോസ്റ്റ്. പിന്നെ എനിക്ക് പണ്ട് മുതലേ ഈ ഒരു ബ്രാഞ്ചിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിനോട് പണ്ട് മുതലേ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഫൈനൽ ഇയറിൽ ആണ് ഈ കോഴ്സ് ജോയിൻ ചെയ്ത് അങ്ങനെ പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ഞാൻ ഓക്കെ തീസിസും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയിട്ടാണ് പഠിച്ചത്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും എന്താണ് ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങള് നോട്ടിഫിക്കേഷൻ വന്നപ്പോ മുതൽ പഠിച്ചു തുടങ്ങിയ നല്ലതുപോലെ, അതോ കൺഫർമേഷൻ ശേഷമായിരുന്നോ? വിദ്യ എങ്ങനെ പഠിച്ചു തുടങ്ങിയത്? നേരത്തെ തുടങ്ങിയായിരുന്നു പഠിച്ച്? ഇല്ല, ഞാൻ ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്തെങ്കിലും ഞാൻ അപ്പോഴൊന്നും എനിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് PhD വർക്ക് ഒരു അത് തന്നെ ഒരു വലിയ ഫുൾ ടൈം ജോബാണ്. എനിക്ക് ലാബിൽ പോയി എക്സ്പെരിമെന്റ് ചെയ്യേണ്ട ആ ഒരു ഇതാണ്. അപ്പോൾ PhD വർക്ക് തന്നെ ഒരു ഫുൾ ടൈം റെഗുലർ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ ഫുൾ ടൈം അതിനു വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ എനിക്ക് അതിന്റെ ഇടയിൽ വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നില്ല. പിന്നെ എക്സ്പെരിമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് തീസിസ് എഴുതാനുള്ള ആ ഒരു സ്റ്റേജ് എത്തിയപ്പോഴാണ് എക്സാം ഡേറ്റ് അടുത്തു തുടങ്ങി. എക്സാം ഡേറ്റ് ഒരു 7-8 months ഉള്ളിൽ എക്സാം ആണ് എന്നറിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ഒറ്റയ്ക്ക് പഠിച്ചാൽ എനിക്ക് ശരിയാവില്ല എന്ന് തോന്നിയോണ്ട്, അപ്പൊ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ അത് കുറെ കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതെ അതെ. ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇത് ഈ ഇന്റർവ്യൂ കാണുമ്പോൾ ശ്രദ്ധിച്ചോളുക. വിദ്യയുടെ കേസിലാണ് വിദ്യ ഓൾറെഡി എന്താണ് നെറ്റ് കിട്ടിയതാണ്, JRF കിട്ടിയതാണ്.
നല്ല ഉം, ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ലൊരു നല്ല രീതിയിൽ കണ്ടന്റ് അറിയാവുന്ന കുട്ടിയാണ്. എന്നിട്ടും ആ ഉം, കുട്ടി നേരത്തെ പഠിച്ചു തുടങ്ങി. അപ്പൊ ഇത് ഞാൻ ഉം, പറയുന്നത് പി ജി ഉം, കഴിഞ്ഞ ഉടനെ പഠിക്കുന്നവരുണ്ടാകും, അതല്ലെങ്കിൽ ഉം, പി ജി കഴിഞ്ഞ ഒരുപാട് ഗ്യാപ്പ് ഒന്നും പഠിക്കുന്നവരുണ്ടാകും. ഇവരോട് ഉം, പറയുകയാണ് സമയം ഒട്ടും കളയാതെ തന്നെ പഠിച്ചു തുടങ്ങുക. അങ്ങനെ ഉം, പഠിച്ചാൽ മാത്രം ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇതിനകത്ത് വലിയ റാങ്ക് നേടാൻ പറ്റത്തുള്ളൂ. കാരണം ഉം, ലിസ്റ്റ് 10 പേരെ ലിസ്റ്റുള്ളൂ. ഉം, നിങ്ങൾ എത്ര സൂണധികാരം പൊട്ടിക്കാരും കേരളത്തിൽ കാണും, എത്ര നന്നായിട്ട് ഉം. പഠിച്ചു കാണും. ആ പഠിച്ചത് അതെ. ഫിൽ ചെയ്ത് വെറും 10 പേര് മാത്രമേ നമുക്ക് ഈ ഉം, ലിസ്റ്റിലുള്ളൂ. ബെസ്റ്റ് 10 പേര് അത്രയും ഇങ്ങനെ നമുക്ക് പറയാം. ഉം. അപ്പൊ അതിൽ തന്നെയാണ് 3 റാങ്ക് കിട്ടിയത്. ഒരു ദിവസം എത്ര മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു? ഇപ്പൊ പറഞ്ഞ പോയിന്റിൽ എനിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പ്രത്യേകിച്ച് ഞാൻ പി എച്ച് ഡി ചെയ്യുന്നതുകൊണ്ട് ഞാൻ പഠിച്ച വിഷയത്തിലല്ല പി എച്ച് ഡി ചെയ്തത്, ക്യാൻസർ ബയോളജി ആയിരുന്നു. അപ്പൊ എനിക്ക് ഈ ഒരു കോഴ്സുമായിട്ട് എനിക്ക് വലിയ റിലേഷൻ ഇല്ല. ഞാൻ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് കുറച്ചും കൂടി അത് ആ, ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതായത് മാസ്റ്റേഴ്സ് ജസ്റ്റ് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്കത് കുറച്ചും കൂടി പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചും കൂടി ആ, പഠി ആ, എന്താ എഫേർട്ട് എടുക്കേണ്ടി വന്നു. ആ, പണ്ട് പഠിച്ചതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് വരാനുള്ള ഒരു സമയം എന്തായാലും എടുത്തിട്ടുണ്ട്. ഞാനത് പറയാൻ അറിയാം, പലരും ചിന്തിക്കുന്നത് കൺഫർമേഷൻ വേണ്ട എന്ന് പഠിച്ചു തുടങ്ങാം. കൺവേർഷൻ ആ, ഇപ്പൊ 2.5 മാസം കൺവേർഷൻ എത്തില്ല, അപ്പൊ ഒരു അന്നേരം പഠിക്കാൻ സാറേ അത് അന്നേരം പഠിച്ചു ഉം, തുടങ്ങാം. ഓൾറെഡി ജോയിൻ ചെയ്യും, ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജോയിൻ ചെയ്യും. എന്നിട്ട് ആ, എക്സാം ലിസ്റ്റ് പേര് എടുത്തില്ല, അങ്ങനെ വരും. പക്ഷെ പിന്നീട് ഉം, പറയും ഞാൻ പഠിക്കും പല സ്ഥലത്ത് കൺഫർമേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം. അത് ഉം, പാടില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. ഉം, അപ്പൊ എത്ര ഉം. മണിക്കൂർ ഡെയിലി പഠിക്കുമായിരുന്നു ആ സമയത്തൊക്കെ, അതിനുശേഷമൊക്കെ? ഡെയിലി ഞാനങ്ങനെ ഇന്ന ഫിക്സ്ഡ് ടൈം ടേബിൾ ആയിട്ട് പഠിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ എല്ലാ ദിവസവും മാക്സിമം ടൈം അതിന് തന്നെയാണ് കൊടുത്തത്. ഈ ഒരു കോഴ്സ് പഠിക്കാൻ തന്നെയാണ് കൊടുത്തത്. അത് ഞങ്ങള് ഇതിൽ കൊടുക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെ വെച്ചിട്ടും പഠിച്ചു. പിന്നെ കമ്പൈൻ സ്റ്റഡി ഒക്കെ ഉണ്ടായിരുന്നു, കമ്പൈൻ സ്റ്റഡി ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും പഠിച്ചു. പിന്നെ റിവിഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു, കോഴ്സസ്. ഓക്കെ. അത് ഞാൻ ചോദിക്കട്ടെ, ഈ ഫോറൻസിക് എന്ന ഫീൽഡ് ഇഷ്ടമാണോ അത്? നേരത്തെ കഴിഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഏത് ജോബിന്റെ കാര്യങ്ങളും. ആ ഈ ഫോറൻസിക് ജോബേ, നമ്മുടെ ഫോറൻസിക് ലബോറട്ടറിയിലേക്കുള്ള ജോബിനെ പറ്റി നേരത്തെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മുടെ ജോലി വേണോ, അല്ലെങ്കിൽ ജോലി ആ എനിക്ക് അവിടെ തന്നെ കിട്ടണം ആ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഫോറൻസിക് സയൻസ് ആ ഒരു ഫീൽഡിനോട് എനിക്കൊരു പാഷൻ ഉണ്ടായിരുന്നു, പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ആ, ഉണ്ടായിരുന്നില്ലേ? ആ, എനിക്ക് പൊതുവേ ക്രൈം ത്രില്ല് അങ്ങനത്തെ ഡിറ്റക്റ്റീവ് അങ്ങനത്തെ ഒരു ഇതിനോടൊരു ഇതുണ്ട്, ഇഷ്ടമുണ്ട്. അപ്പോൾ പണ്ട് എനിക്ക് ഫോറൻസിക് സയൻസ് തന്നെ പഠിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ എന്റെ ബ്രാഞ്ച് മാറിപ്പോയി. അപ്പൊ ഇങ്ങനെ അതൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയ പോലെ അങ്ങനെ എനിക്ക് തോന്നി. ആ, പിന്നെ സെക്കൻഡ് ഓൾറെഡി എന്റെ എന്താണ്? നമ്മുടെ ഐഡന്റിറ്റി മാറാൻ പോവാണ് ഇനിയിപ്പോഴേ. ആ ഇനിയിപ്പോ നമ്മുടെ ഐഡന്റിറ്റി മാറാൻ പോവാ. ഞാൻ എപ്പോഴും എന്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞ കാര്യമാണ്, ആ നിങ്ങളിപ്പോ റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ ഒരു ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ ഉം, ഒരു ഉം, നിങ്ങളുടെ റിലേറ്റീവ്സിനെ കണ്ടാൽ അവരെന്ത് ഉം, പഠിക്കുന്നു എന്നല്ല ചോദിക്കാൻ പോകുന്നത്, എനിക്ക് ഒരു കാലഘട്ടം ഉം. കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നാണ്. അതെ, അതെ, പിന്നെ ആ അതെ, അതെ. ചിലപ്പോൾ നിങ്ങളുടെ മരണമായി അറിയപ്പെടുന്നത്. നമ്മള് ആ ചിലപ്പം ചില ആൾക്കാരെ മരിച്ചു കഴിയുമ്പോഴോ അപ്പൊ നമ്മൾ ബ്രാക്കറ്റ് ഉം, ഇടും ഇന്ന ഉം, ആണ് എന്ന് പറയും. അതെ. ഉം, അല്ലെങ്കിൽ ഉം, നിങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ട് മാറാൻ പോവുകയാണ് ഈ ജോലി എന്ന് പറയുന്നത്. ഉം, അപ്പം ഉം, ഈ അടുത്തൊരു ചോദ്യം പറയുന്നത്, ഉം, നിങ്ങൾക്ക് ഈ എക്സാം ഡേറ്റ് ഉം, വന്നു. ഇപ്പൊ ഉം, 10 മുതൽ നമുക്ക് ഇത്രയും അധികം പഠിക്കാൻ വേണ്ടിയുണ്ട്, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്. അപ്പൊ ഉം, ഉം, എന്തെങ്കിലും കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു, ഇത്ര ദിവസം നമ്മൾ തീർക്കണം, ഇത്ര ദിവസം മുമ്പ് ഉം. ഫുൾ റിവിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആ എന്താണ് മാക്സിമം MCQ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടായിരുന്നു? ആ അതുണ്ടായിരുന്നു. എക്സാം ഡേറ്റ് വന്നതിന് ശേഷം അങ്ങനൊരു പ്ലാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് പോർഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന ടോപ്പിക്സ് കവർ ചെയ്യാൻ ഇത്ര ദിവസം എന്നുള്ള ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് തന്നെയാണ് പഠിച്ചത്. ആ, അപ്പോ പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും അത് മാക്സിമം കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷനും കൂടി ഉള്ള സമയം കൊടുക്കാനുള്ളൊരു അതിനുവേണ്ടി ശ്രദ്ധിച്ചിരുന്നു. റിവിഷൻ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആം, പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു സബ്ജക്ട് ഈ ഒരു പോസ്റ്റിന് ഇല്ലെങ്കിലും നെറ്റ് നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ച സ്റ്റഡി മെറ്റീരിയലിൽ അതിന്റെ MCQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ. ഇനി അടുത്തൊരു 1.5 വർഷം കൂടെ കഴിയുമ്പോൾ ഇതിന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ആ ഒരു പുതിയതായിട്ട് പഠിക്കാൻ വേണ്ടി വരുവാണ്. അപ്പൊ എന്താണ് ഉം. ഇതിലേക്ക് കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും? എൻ്റെ ഒരു അഭിപ്രായത്തില് ഇത് നല്ലൊരു എന്താ കരിയർ
ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് ക്രൈം റേറ്റ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കലും കുറയാനുള്ളൊരു ചാൻസ് ഇല്ല. ക്രൈം റേറ്റ്സ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജോബിനുള്ള ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ്. അപ്പോൾ ഇപ്പൊ വേക്കൻസീസ് തന്നെ അത്രയും ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടും DGPയുടെ ഉത്തരവ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പോ ഇതില് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സെന്റർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വരികയാണെങ്കിൽ അപ്പൊ അതും ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അത് നമുക്ക് അതല്ല, നമുക്ക് ഇനി ഒരു പുതിയ കുട്ടി വരുമ്പോ അതെങ്ങനെ ആ പഠിച്ച ഇതേ കണക്ക് ഒരു വലിയ റാങ്ക് നേടാൻ പറ്റും? അപ്പൊ ആ അതിന് ഉപദേശിക്കാൻ പറ്റുന്നത് എങ്ങനെ, ഏത് രീതിയിൽ പഠിക്കണം? ഓക്കെ. എനിക്ക് തോന്നുന്നത് നമ്മൾ സെൽഫ് സ്റ്റഡിയേക്കാളും ഒരു കരിയർ ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കുന്നത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഇപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, മെയിൻ ലിസ്റ്റ് നോക്കിയാൽ തന്നെ സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് പഠിച്ച കുട്ടികൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അധികവും കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ പഠിച്ച് കിട്ടിയ കുട്ടികളാണ്. അപ്പോ ഒരു കോഴ്സിന്റെ സഹായം അത്രത്തോളം ഉണ്ട്. പിന്നെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ്. പക്ഷെ എന്നാലും ഒരു ടൈം ഫ്രെയിം വെക്കുക, ഇന്ന സബ്ജക്റ്റിന് ഇത്ര ഗ്യാപ്പ്, ഇത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യും, അങ്ങനെ ഒരു ഇത് കൊടുക്കുക. പിന്നെ റിവിഷൻ ചെയ്യുക, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. കമ്പൈൻ സ്റ്റഡി അതൊരു നല്ല ഓപ്ഷനാണ്. ഇപ്പൊ ക്ലാസ്സസ് കഴിഞ്ഞ് വരുമ്പോഴും ഞങ്ങൾ തന്നെ കമ്പൈൻ സ്റ്റഡി ചെയ്തിട്ട് ഒരാള് അന്നെടുത്ത പോർഷൻസ് ഫുള്ള് ഒന്നുകൂടി എടുത്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പൊ അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. ഒറ്റയ്ക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആവാം, അതിൽ വിരോധമില്ല. പിന്നെ ഏറ്റവും നല്ലത് മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്റർവ്യൂ ക്ലാസ്സസ് ആയിരുന്നു ഹെൽപ്ഫുൾ. ഇന്റർവ്യൂ ക്ലാസ്സസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. കാരണം സാറിന്റെ ക്ലാസ്സസ് ഒരു 4-5 ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അപ്പൊ സാറ് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിന് PSCയുടെ ഇന്റർവ്യൂ രീതി ബാക്കിയുള്ള ഇന്റർവ്യൂ രീതിയെക്കാളും ഡിഫറെന്റ് ആണ് എന്ന് ആദ്യം പറഞ്ഞു തന്നു. പിന്നെ എങ്ങനെയാണ് അവിടെ പോയി നമ്മൾ എങ്ങനെ അപ്പിയർ ചെയ്യണം, എങ്ങനെ അവിടെ പോയി ഇരിക്കണം, ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി സാർ പറഞ്ഞു തന്നു. നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമ്പോൾ എങ്ങനെ ആൻസർ ചെയ്യണം, പിന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ സാറിന്റെ എക്സ്പീരിയൻസും, സാർ ഓരോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു സാറിന്റെ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ്, അതും പറഞ്ഞു തന്നിരുന്നു. കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ഇപ്പോൾ മാസ്റ്റർ കീ അക്കാഡമി നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പൊ അതിലത്തെ ക്ലാസ്സസും അത്രയും ബെനിഫിറ്റ് തരുന്നതാണ്. അത് എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇതായിരുന്നു, ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമ്മൾ എങ്ങനെ ഇന്റർവ്യൂ ഫേസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒട്ടും പേടിയില്ലാണ്ട് ഇന്റർവ്യൂ ഫേസ് ചെയ്യാനുള്ളൊരു ട്രെയിനിങ് ആയിരുന്നു അവർ തന്നത്. അത്രയും കോൺഫിഡൻസോട് കൂടി നമുക്ക് കൂളായിട്ട് പോയി അറ്റൻഡ് ചെയ്യാനുള്ളൊരു ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇനി അങ്ങനെ കുട്ടികൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും ആശംസകൾ. പിന്നെ മാസ്റ്റർ കീക്ക് ഒരു വലിയ താങ്ക് യു. അപ്പം നമ്മുടെ വിദ്യക്ക് ഇനി നമ്മുടെ ജോലി എന്തായാലും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള വേക്കൻസികളെല്ലാം ക്രിയേറ്റ് ചെയ്യട്ടെ, പെട്ടെന്ന് തന്നെ അഡ്വൈസ് കിട്ടട്ടെ. പ്രൊഫഷണലില് അദ്ദേഹം ഒരുപാട് ആഗ്രഹിക്കുന്നത് ഫോറൻസിക് എന്ന ഫീൽഡ്, ആ പ്രൊഫഷണലിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാകട്ടെ, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.